6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി 12 സെന്റിമീറ്റർ പാദവ്യാസമുള്ള ഒരു സ്തൂപിക നിർമ്മിച്ചാൽ വൃത്തസ്തൂപികയുടെ ഉയരം എന്ത്? ഉയരം ഹൈറ്റ് കാണാനാണ് നമ്മുടെ ചോദ്യം. അതായത് ഇവിടെ ഗോളവും വൃത്തസ്തൂപികയും, അതായത് ഈ ഗോളം ഇതാണ്, വൃത്തസ്തൂപിക ഇങ്ങനെ ഒരു സെറ്റപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് വരിക. അതായത് കോണുണ്ടല്ലോ നമ്മൾ കടലൊക്കെ വാങ്ങുമ്പോൾ ആ ഒരു സെറ്റപ്പ്. അപ്പം ഇതിന്റെ വോളിയം ആണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന്റെ വോളിയം ഈക്വൽ ടു ഇതിന്റെ വോളിയം, അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ എന്താണ് ഹൈറ്റ് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം, 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം, അതായത് ഗോളത്തിന്റെ ഇക്വേഷൻ 4/3 πr³ 1/3 πr² ആണ് നമ്മുടെ വൃത്തസ്തൂപികന്റെ വോളിയം കാണാൻ, അതായത് വ്യാപ്തം കാണാൻ. അപ്പൊ ഇതിന് ഈ എച്ച് കാണാന്നുള്ളതാണോ നമ്മളെ ഉദ്ദേശം. അപ്പം 6 സെന്റിമീറ്റർ വ്യാസം എന്ന് പറയുമ്പം ഇതിന്റെ ആരം, അതായത് ഈ എന്തായിരിക്കും, ഈ 6 സെന്റിമീറ്ററിന്റെ പകുതിയായി. അപ്പം 4/3 π പകുതി ക്യൂബ് ഈക്വൽ ടു 1/3 π പകുതി സ്ക്വയർ ഇൻറ്റു ഇവിടെ 12ന്റെ പകുതിയാണ് വരിക. അപ്പം എന്താണ് ഇവിടെ 6ആണ് വരിക, സോറി. അപ്പം വീണ്ടും ഇതിന്ന് ഒരു ക്യൂബ് ഇവിടെ ഒരു 3 പോകുമ്പോൾ ഇവിടെ സ്ക്വയർ ആയി. അപ്പം 4/3 സ്ക്വയർ ഈക്വൽ ടു 1/3 π 6 സ്ക്വയർ തൽക്കാലം വിടുക. അപ്പം ഈ പൈയും ഞാൻ കട്ട് ചെയ്തു. അപ്പം 4 × 9 ഈക്വൽ ടു 1/3 × 36 അപ്പം 36ഉം 3ഉം ഇവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 12, 9 4 36 ഈക്വൽ ടു 12 ഇവിടെ ഈ 12ഉം 36ഉം ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3, അതായത് എന്താണ് എന്ന് പറയുന്നത് 2ആണ്.